ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പൂജാമുറിയിൽ പോയി പൊട്ടി പൊട്ടി കരയാണ് വിജയലക്ഷ്മി മാഡം. അപ്പം തൊട്ട് പിന്നാലെ വന്ന് രഞ്ജു സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്, ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണും. മകളുടെ ആ വാക്കിൽ അവർ വിശ്വസിക്കുകയാണ്. ഗോവിന്ദിൻ്റെ UK പോകാനുള്ള വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോഴാണ് അജാസിൻ്റെ ഫോണ് റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയ സമയത്ത് അവർ തന്നെയാണ്. എന്തോ ഒരു കാര്യം അയച്ചു കൊടുക്കാനുള്ള കാര്യത്തിനാണ്. അപ്പം അജാസ് ചോദിക്കുന്നുണ്ട്, ഞാനത് സ്കാൻ ചെയ്തിട്ട് അയച്ചു തന്നാൽ മതിയോ? അപ്പോൾ അവർ മതിയെന്ന് പറഞ്ഞ ശേഷം അജാസ് ഓക്കെ ഞാൻ ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് ഫയൽ എടുക്കുകയാണ്. ആ ഫയൽ എടുത്തിട്ട് അത് സ്കാൻ ചെയ്യുന്ന സമയത്താണ് അജാസിൻ്റെ കണ്ണിൽ ആ കാഴ്ചപ്പെടുന്നത്. നെയിം ഓഫ് മദർ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. അജാസ് ശരിക്കും ഷോക്ക്ഡായി പോവാണ്. അജാസ് സ്വയം ചോദിക്കുന്നുണ്ട്, വിജയലക്ഷ്മി മാഡം ഗോവിന്ദ് സാറിൻ്റെ അമ്മയായിരുന്നോ? അപ്പം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവർ രണ്ടുപേരും സംസാരിച്ച ആ ഒരു രംഗമാണ് അജാസിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ജീവൻ രക്ഷിച്ചതിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാങ്ക് ചെക്കായിട്ട് അങ്ങോട്ട് തരാം, ഗോവിന്ദ് പരിഹാസത്തോടെ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്. ചെലവായ തുക പലിശ സഹിതം എഴുതിയെടുക്കാം. അപ്പം വിജയലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട്, നിനക്ക് പണത്തിൻ്റെ കണക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഗോവിന്ദ് സങ്കടത്തോടെയും പരിഹാസത്തോടെയും പറയുന്നുണ്ട്, ജന്മം തന്ന അമ്മ തന്നെയാ എന്നെ പണത്തിൻ്റെ കണക്ക് പഠിപ്പിച്ചത്. എന്ത് ചെയ്താലും ലാഭം മാത്രം നോക്കുക. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അവളുടെ അമ്മയാണ്. രഞ്ജുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറും, എൻ്റെ കൂടെ പോരും. ഗോവിന്ദിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട്, അതല്ല, നിങ്ങളുടെ മുഖം കാണണ്ട എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ മകളുടെ അവകാശം പറഞ്ഞ് ഇവിടെയെങ്ങും കണ്ടു പോവരുത്. ഈ ഒരു കാര്യത്തിനൊക്കെ അജാസ് അന്ന് സാക്ഷിയായിരുന്നു. അപ്പോൾ അജാസ് ചിന്തിക്കുന്നുണ്ട്, അമ്മയും മകനും തമ്മിൽ ഇത്രയും ശത്രുതയ്ക്ക് എന്തായിരിക്കും കാരണം? അജാസിന് ഭയങ്കര ഷോക്കായൊരു ന്യൂസ് തന്നെയായിരുന്നു അത്. അവൻ സ്വയം ചിന്തിക്കുകയാണ്, വിജയലക്ഷ്മി മാഡത്തിന് പകരം രാധിക മാഡം എങ്ങനെയായിരിക്കും വന്നത്? ആരാണ് വിജയലക്ഷ്മി മാഡം എന്ന് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗീതു. ഗീതുവിനെ ഇക്കാര്യം അറിയിക്കണോ? ആ പാവത്തിൻ്റെ അന്വേഷണം അങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഗോവിന്ദ് സാറ് മറയ്ക്കുന്ന ആ രഹസ്യം ഞാൻ പറയുന്നത് ശരിയാണോ? അജാസ് ആകെ കൂടെ ആശയക്കുഴപ്പത്തിലായി. വേണ്ട, ഇത് ഞാൻ പറഞ്ഞിട്ട് ഗീതു അറിയണ്ട, ചില സൂചന കൊടുക്കാം. ഇന്ന് തന്നെ അവൾ അത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഫയലിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്ത ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവർ പാസ്പോർട്ട് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അജാസ്. എന്നിട്ട് നേരെ കാറും എടുത്ത് പോകുമ്പോഴാണ് ഗീതു നടന്നിട്ട് വരുന്നുണ്ടായിരുന്നു. വിജയലക്ഷ്മിയായിട്ട് ആ ഒരു വഴക്കുണ്ടാക്കിയതിന് ശേഷം ഗീതു വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അജാസ് കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഗീതുവിനെ റോഡിൽ കാണുന്നുണ്ട്. ഗീതുവിന് അരികിലായിട്ട് കാർ നിർത്തിയിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു കാറിലേക്ക് കയറ്. പക്ഷേ ഗീതു നിറഞ്ഞ കണ്ണുകളോട് അജാസ് നോക്കിക്കൊണ്ട് കാറിൽ കയറാതെ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ അജാസ് വീണ്ടും ഗീതുവിനൊപ്പം തന്നെ കാർ എത്തിച്ചിട്ട് ഡോർ തുറന്നിട്ട് കയറാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഗീതു കയറുകയാണ്. അജാസ് ഗീതുവിനെ തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ്. ഗീതു എന്തോ വിഷമത്തിലാണെന്നുള്ളത് അജാസിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒന്നും ചോദിക്കാതെ അജാസ് കാറ് മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ഗീതു ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നുമില്ല. കുറേ നേരം ഗീതുവിൻ്റെ ആ മാറ്റം നോക്കുന്നതിന് ശേഷം അജാസ് ചോദിക്കുന്നുണ്ട്, എന്നോടുള്ള പിണക്കത്തിലാണോ നടക്കാൻ തീരുമാനിച്ചത്? എന്താന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ചെമ്പകശ്ശേരിയിൽ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ കരുതിയതല്ല. സോറി, സാറിൻ്റെ വിസ പുതുക്കുന്നതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അവിടെ ഒരല്പം താമസിച്ചു പോയി. അതിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണോ? അജാസ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. പക്ഷെ ഒന്നിനും ഗീതു മറുപടി പറയുന്നില്ല. അജാസ് വീണ്ടും വീണ്ടും പറയാണ്, പെങ്ങളെ പ്ലീസ് സോറി. ഗീതു ശരിക്കും ഒരു ചെറിയ കുട്ടി പിണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും സംസാരിക്ക്, ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല. അപ്പം നിറഞ്ഞ കണ്ണുകളോടെ അജാസ് നോക്കിക്കൊണ്ട് ഗീതു പറയുന്നുണ്ട്, ഇക്ക വരാൻ താമസിച്ചതിൽ എനിക്കൊരു നിരാശയുമില്ല. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരൊക്കെ പാതി വഴിയിൽ വെച്ച് എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് എൻ്റെ വിധിയാ. ഗീതുവിൻ്റെ മനസ്സിന് അത്രമേൽ മുറിവേൽപ്പിച്ച് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ളത് അജാസിന് മനസ്സിലാവുകയാണ്. ഗീതുവിനെ നോക്കുന്ന സമയത്ത് അവൾ കണ്ണീര് തുടക്കുന്നുണ്ട്. കാറ് സൈഡ് ഒതുക്കിയിട്ട് അജാസ് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് നിരാശയിലും കരഞ്ഞുകൊണ്ട് സംസാരിക്കാനും മാത്രം എന്താ സംഭവിച്ചത്? അപ്പം ഗീതു അവിടെ ഇവിടെയും തൊഴാത്ത രീതിയിലാണ് പറയുന്നത്, കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറത്താ. എന്താ ഗീതു, പാട്ടുകാരി അമ്മ എന്തെങ്കിലും തേപ്പ് പരിപാടി ഒപ്പിച്ചോ? അപ്പം ഗീതു പറയുന്നുണ്ട്, തേപ്പുകൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പം അജാസ് പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചെങ്കിൽ അതൊരു ഒഴിവാക്കലായി കാണണ്ട. പെങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം അവർക്കുണ്ട്. പക്ഷേ അത് ഗീതു അറിയണമെന്നാണ് വിധിയെങ്കിൽ എത്ര ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ചാലും കണ്ടെത്തിയിരിക്കും. ഗീതു ഒന്നും മനസ്സിലാവാതെ അജാസിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, നേരിൽ കാണാത്ത ഒരാൾ, എന്നാൽ നമ്മൾ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറണമെങ്കിൽ അതിൽ പടച്ചോൻ്റെ ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ടുകാരി വിജയലക്ഷ്മിയും ഗീതുവുമായി മറ്റേതോ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ ഗീതു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇക്ക നമുക്ക് അവരുടെ കാര്യം സംസാരിക്കണ്ട, എനിക്കിപ്പോൾ അത് സങ്കടാ.
അപ്പം ചിരിച്ചുകൊണ്ട് അജാസ് പറയുന്നുണ്ട്, വേണ്ട എങ്കിൽ സംസാരിക്കണ്ട. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, ബാക്കിലെ വിസയുടെ കാര്യത്തിനായിട്ട് കൊണ്ടുപോയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇപ്പോഴത്തെ മൂഡ് ഓഫ് മാറാൻ അതെടുത്തൊന്ന് നോക്കിക്കോ. അജാസ് ഒരു ക്ലൂ കൊടുക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാവാതെ ഗീതു പറയുന്നുണ്ട്, മൂഡ് ഓഫ് മാറാൻ അത് കോമിക് ബുക്കൊന്നും അല്ലല്ലോ, സർട്ടിഫിക്കറ്റ് അല്ലേ. അപ്പോൾ അജാസ് വീണ്ടും പറയാണ്, അതെ ഗോവിന്ദ് സാർ പണ്ടത്തെ സ്കൂളിലെ വലിയ ചാമ്പ്യൻ ആണെന്നൊക്കെ അറിയുമ്പോൾ അതൊരു കൗതുകമല്ലേ. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഗീതു പറയുന്നുണ്ട്, പണ്ടത്തെ ഒളിമ്പ്യൻ അന്തോണി അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ലേ, അതിൽ കൂടുതൽ ഒരു കൗതുകവും വേറെ ഇല്ല. ഗീതുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അജാസ് ചിരിച്ചു പോവുകയാണ്. അതെ നേരെ നോക്കി വണ്ടി ഓടിക്ക്. ഗീതു വെറുതെ ഒരു തമാശക്കുള്ള പോലെ ദേഷ്യത്തിൽ അജാസിനോട് പറയാണ്. അപ്പോൾ അജാസ് ഓ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കുന്നുണ്ട്. ശരിക്കും അജാസിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. ഒരു ഗെയിം കളിക്കുന്നൊരു ത്രില്ലിലാണ് അജാസ് ഉള്ളത്. ഇതൊന്നും അറിയാതെ ഗീതു രാധികയുടെ മൊബൈലിലേക്ക് മെസ്സേജ് ടോൺ വന്ന സമയത്ത് നോക്കുമ്പോൾ കിഷോറിൻ്റെ നമ്പറാണ്. അത് കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖത്ത് വലിയ താല്പര്യമൊന്നുമില്ല. വലിയ താല്പര്യമില്ലാത്ത മട്ടിലെടുത്ത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആണ്. അന്ന് ഗീതുവിനോട് സംസാരിച്ച ആ ഒരു ഭാഗമാണ്. ഒരു തവണ ലോറിക്കടിയിൽ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി നീ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട. അതിനുശേഷം സുവർണയുടെ വീഡിയോ ആണ്. ഞാനാ നിന്നെ കൊല്ലാൻ വേണ്ടി ലോറി ഏർപ്പാടാക്കിയത്, പക്ഷെ മാഡം വിചാരിച്ചാലൊന്നും അതിന് പിന്നിൽ രാധിക മാഡവും വരുൺ സാറും ആണെന്ന് തെളിയിക്കാനൊന്നും പറ്റില്ല. ചുറ്റിലും നോക്കുകയാണ് പേടികൊണ്ട് രാധിക, ആരെങ്കിലും കേട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കിഷോറിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. കിഷോർ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, പഴയ വീഡിയോ കുത്തിപ്പൊക്കി നീ എന്തിനാ ഇപ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നേ. അപ്പോൾ കിഷോറിന് ഗോവിന്ദിൻ്റെ അടുത്തും അജാസിൻ്റെ അടുത്തും നല്ലോണം കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേലൊക്കെ നല്ല വേദനയാണ്. കഷ്ടപ്പെട്ട് എഴുന്നേറ്റിട്ട് കിഷോർ പറയുന്നുണ്ട്, ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കോൾ എടുത്തില്ല. അപ്പോൾ രാധിക പേടിയോടെ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഇപ്പോൾ പഴയ വീഡിയോ എടുത്ത് അയച്ചപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ സമയം കിട്ടിയല്ലേ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിന് പുറത്തായിട്ട് അവർണിക വന്ന് നിൽക്കുന്നത്. അപ്പോൾ കിഷോറിൻ്റെ സംസാരം അവർണിക ശ്രദ്ധിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കാതിരുന്നത് നിങ്ങൾ എനിക്ക് പണം തന്ന കാര്യം സൂചിപ്പിച്ചിരുന്നത് കൊണ്ടാ. അപ്പോൾ അതൊക്കെ അവർണിക ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പോൾ കിഷോർ രാധികയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പറയണം എനിക്ക് കിട്ടാനുള്ള ബാക്കി കാശ് എപ്പോൾ കിട്ടും, എത്രയാ നീ പ്രതീക്ഷിക്കുന്നത്? രാധിക ചോദിക്കുന്നുണ്ട്. അപ്പം കിഷോർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞത് 10 കോടിയാ. അത് കേട്ടപ്പോൾ അവർണിക ഷോക്കായി പോവാണ്. അതിൽ 1 കോടി തന്നിട്ടുണ്ട്, ബാക്കി എപ്പോൾ തരും? അവർണികക്ക് അതൊക്കെ പുതിയ പുതിയ അറിവുകളായിരുന്നു. അവർണികക്ക് കിഷോറിനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബ്ലഡി ചീറ്റ്. അപ്പോഴേക്കും രാധിക വീണ്ടും പഴയ ആ ഒരു ഗൗരവത്തോടെ പറയാണ്, ഗീതുവിനെ എന്നേക്കുമായി അറക്കലിൽ നിന്നും ഒഴിവാക്കാമെന്നാണ് നീ വാക്ക് തന്നത്. അത് നടന്നില്ല. ഇപ്പോൾ നീ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി പുറത്താകുമെന്ന അവസ്ഥയിലും എത്തി. അതുകൊണ്ട് ആ പണം നിനക്കിനി കിട്ടില്ല. അത് കേട്ടപ്പോൾ കിഷോറിന് ദേഷ്യവും അതുപോലെ ഞെട്ടലും ഉണ്ടാവുകയാണ്. അപ്പം രാധിക കളിയാക്കിക്കൊണ്ട് പറയും, വേണമെങ്കിൽ ആശുപത്രി ചെലവിന് ഒരു 10,000 10,000 തരാം. അപ്പം കിഷോർ തിരിച്ചു പറയുന്നുണ്ട്, അത് അവിടെ വരുന്ന ഭിക്ഷക്കാർക്ക് എൻ്റെ വകയായി കൊടുത്തേക്ക്. ഞാൻ ഈ വീഡിയോ ഗീതുവിനും ഗോവിന്ദ് സാറിനും അയച്ചു കൊടുത്ത് നിർവൃതി അടഞ്ഞോളാം. രാധിക ശരിക്കും ഞെട്ടിപ്പോവാണ്. അവരറിയാതെ വിളിച്ചു പോകുന്നുണ്ട്, കിഷോർ. അപ്പം കിഷോർ കളിയാക്കിക്കൊണ്ട് പറയും, ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കുറഞ്ഞു പോയല്ലോ മാഡം. എനിക്കിപ്പോൾ പണത്തിന് അത്രക്ക് അത്യാവശ്യമുണ്ട്. ബാക്കി 9 കോടി അറേഞ്ച് ചെയ്യാനുള്ള സമയം മാത്രം തരാം. രാധിക ശരിക്കും പെട്ട അവസ്ഥയിലായി. അപ്പോൾ കിഷോർ ചോദിക്കുന്നുണ്ട്, ഞാനിനി ക്യാഷിന് വേണ്ടി എപ്പോൾ വിളിക്കണമെന്ന് പറ. അപ്പോൾ പതറിക്കൊണ്ട് രാധിക പറയുന്നുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. വിളിക്കണം കിഷോർ പറയാ, ഇല്ലെങ്കിൽ ഈ മൊബൈലിൽ നിന്ന് വീഡിയോ മെസ്സേജ് 2 ഇടത്തേക്ക് പായും. ചിരിച്ചുകൊണ്ട് രാധികയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് കിഷോർ കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്ത് കിഷോർ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവർണിക വിചാരിക്കുന്നുണ്ട്, കിഷോറിൻ്റെ മൊബൈലിൽ നിന്നും രാധികാമ്മയ്ക്ക് അയച്ചു കൊടുത്ത ആ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തിട്ട് ഗീതാഞ്ജലിക്ക് അയച്ചു കൊടുക്കണം. അറക്കലെത്തിയ സമയത്ത് ഗീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട്, അതെ ബാക്കിൽ നിന്നും സാറിൻ്റെ ആ സർട്ടിഫിക്കറ്റും കൂടെ എടുത്ത് പോയിക്കോ. അപ്പം ഗീതു ചോദിക്കും, എനിക്കെന്തിനാ സർട്ടിഫിക്കറ്റ്? അല്ല, റൂമിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ എടുത്ത് നോക്കാലോ. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ബോറടി മാറ്റാൻ തൽക്കാലം സർട്ടിഫിക്കറ്റ് നോക്കേണ്ട കാര്യമില്ല. ഗീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അജാസ് പിന്നാലെ ഇറങ്ങുകയാണ്. പെങ്ങളെ ഒന്ന് നിന്നേ. അതെ, നഷ്ടമില്ലാത്തൊരു ഉപകാരമല്ലേ, ഞാനിനി അകത്തേക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതിനെ അളിയനെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ ചിലപ്പോൾ മറന്നു പോവും. അതിനേക്കാളും മറവിയാ ഗോവിന്ദ് സാറിന്. അപ്പോൾ ഗീതു പറയും, അതൊക്കെ വെറുതെയാ, ചെറിയൊരു കാര്യം പോലും ഓർത്തു വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ് കണ്ണേട്ടൻ. അപ്പോൾ അജാസ് പറയാണ്, ഓർത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഗോവിന്ദ് സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് എൻ്റെ പെങ്ങള്. ഇത് കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്ക്. ആ സർട്ടിഫിക്കറ്റ് ഗീതുവിന് നീട്ടുകയാണ്. അപ്പോൾ ഗീതു ഒന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അജാസ് വീണ്ടും പറയാണ്, ഞാനല്ലേ തരുന്നത്, ഒന്ന് വാങ്ങിക്കേ.
ഗീതു വാങ്ങിച്ചപ്പോൾ തന്നെ അജാസ് പറയുന്നുണ്ട്, ഹാവു ഭാഗ്യം, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടു തന്നല്ലോ, ഇനി ഇതിൻ്റെ ഉത്തരവാദിത്തം പെങ്ങളങ്ങ് ഏറ്റെടുത്തോളണം. അപ്പം ചിരിച്ചോണ്ട് ദേഷ്യത്തിൽ ഗീതു പറയുന്നുണ്ട്, വന്ന് വന്ന് എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഇപ്പം എൻ്റെ തലയിലാണല്ലോ. അജാസ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, ഇളിക്കണ്ട, ഗോവിന്ദ് മാധവനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് ഇതിനകത്തുള്ളത്, ഇതെല്ലാം കൂടെ ഞാനങ്ങ് കത്തിക്കും. അപ്പം അജാസ് ശരിക്കും ഞെട്ടിപ്പോവാണ്. അജാസ് ഗീതുവിനെ പേടിച്ച് നോക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, സമാധാനേ ഇക്ക പറഞ്ഞോണം. അജാസിനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടാണ് ഗീതു അകത്തേക്ക് വരുന്നത്. അജാസ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ നോക്കുകയാണ്, ഗീതു അതൊന്ന് എടുത്ത് വായിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട്. അവൾ അന്വേഷിക്കുന്ന ആ ഒരു രഹസ്യം അവളുടെ കയ്യിൽ തന്നെ ഉള്ളതെന്ന് അവളോട് പറയാനും വയ്യ. അപ്പം അജാസ് വിചാരിക്കുന്നുണ്ട്, ഗീതു ഗോവിന്ദ് സാറിൻ്റെ ജന്മരഹസ്യം അറിയാൻ പറ്റിയ വഴി ഇതാ. പ്രിയ ആകെ മൊത്തം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് ഗീതുവിനെയും കാത്തിരുന്നിട്ട്. അപ്പോഴേക്കും വിനോദ് പറയുന്നുണ്ട്, പ്രിയ നീ ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ഈ അവസ്ഥയിൽ അത് നിൻ്റെ ശരീരത്തിന് മോശമാണ്. അപ്പം അതേപോലെ തന്നെ കാഞ്ചനയും പറയുന്നുണ്ട്, പൊറക്കാൻ പോകുന്ന കുഞ്ഞിനും അത് ഭയങ്കര ദേഷ്യം ഉണ്ടാവും എന്നൊക്കെ. അപ്പം രേഖ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കേ. അപ്പം പ്രിയ വാശിയോടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലേക്ക് ആ കുഞ്ചുവിനെ ഞാൻ കേട്ടില്ല. ഗീതു ചേച്ചി എത്ര പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഗീതു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നപ്പോഴേക്കും പ്രിയ എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്നുണ്ട്, അവളെയും കൊണ്ടാണോ വന്നേ? ആരെ? ഗോവിന്ദേട്ടൻ കൊണ്ടുവന്ന ആ കുഞ്ചു. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടുവന്ന നീ എന്ത് ചെയ്യും? അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചിയുടെ കൂടെ അവൾ വന്നാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതിനു വേണ്ടിയാണ് ഞാനിവിടെ കാത്തിരുന്നേ. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, രഞ്ജു ഇവിടെയല്ലേ ഇത്രയും കാലം കഴിഞ്ഞത്? ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി, അതിനിടയിൽ അവൾക്കെതിരെ എന്ത് കുറ്റാ നിങ്ങളൊക്കെ കണ്ടെത്തിയത്? അപ്പോൾ രേഖയാണ് പറയുന്നത്, ഗീതു ഇവർക്കെല്ലാം രഞ്ജു ഗോവിന്ദേട്ടൻ്റെ ആരാണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ കാഞ്ചന പറയും, അറിയാൻ എന്തിരിക്കുന്നു, മാമൻ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അത് മാമിയായിരിക്കുമോ? രേഖ പറയുന്നുണ്ട്, കാഞ്ചനേ. അപ്പോൾ വിനോദ പറയുന്നത്, അവൾ ഏതാ എന്താന്നൊക്കെ ഗോവിന്ദേട്ടൻ വ്യക്തമാക്കിയാ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ പ്രിയ പറയുന്നത്, അവൾ ഇവിടെ വന്ന് ഗോവിന്ദേട്ടൻ്റെ അടുത്തിടപഴകുന്നു, എന്നിട്ട് ഗീതു ചേച്ചി അവളെ വഴക്ക് പറയോ? ഇവിടുന്ന് പോവാൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. അത് മാത്രമല്ല, അവൾക്കിവിടെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, പ്രിയ നിനക്കെന്താ രഞ്ജുവിനോട് പെട്ടെന്നൊരു ദേഷ്യം? അവർ ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഞാനും ഇക്കാര്യം പ്രിയയോട് ചോദിച്ചതാ ഗീതു, പക്ഷെ എന്താ കാര്യം എന്ന് മാത്രം ഇവൾ പറയുന്നില്ല. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, നീ അതിനുള്ള കാരണം ആദ്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം രഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്ന്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഞാനത് പറയാം, പക്ഷെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല, കാരണം ഇതെന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ്. എങ്കിൽ നീ എൻ്റെ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലും കൊണ്ടാണ്, സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഗീതു മുകളിൽ മുറിയിലേക്ക് പോകുന്നത്. റൂമിലെത്തുമ്പോഴേക്കും ഗീതുവിന് ഗോവിന്ദിൻ്റെ ഫോൺ വരികയാണ്. ഗീതു നീ ഇതെവിടെയാ? വീട്ടിലെത്തി. നീ അങ്ങനെ ഇത്ര പെട്ടെന്ന് രഞ്ജുവിനെ എവിടെയാ ആക്കിയത്? ഗോവിന്ദ് ചോദിക്കുകയാണ്. അതൊക്കെ കണ്ണേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ഗോവിന്ദ് കുറച്ച് ടെൻഷനോടെ പറയുന്നുണ്ട്, ഗീതു അവൾ സേഫാണെന്ന് അറിയുന്നത് വരെ എനിക്ക് ടെൻഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചു നോക്കുന്നേ. അപ്പം ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ രഞ്ജു എത്രത്തോളം സുരക്ഷിതയാണോ അതിനേക്കാളും സേഫാണ് ഇപ്പോൾ. ഇനി ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഗോവിന്ദനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഗീതു കോൾ കട്ട് ചെയ്യുന്നത്. കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അലമാരയിൽ വെക്കാൻ നോക്കുമ്പോഴാണ് പ്രിയ മുറിയിലേക്ക് വരുന്നത്. ഗീതു ചേച്ചി, ഗോവിന്ദേട്ടൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ ഞാൻ? പ്രിയ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, അതിന് നിനക്ക് സംശയമുണ്ടോ? നിനക്ക് വേണ്ടിയല്ലേ കണ്ണേട്ടൻ പലതും നഷ്ടപ്പെടുത്തിയതും എല്ലാം സഹിച്ചതും. പിന്നെ എങ്ങനെയാ ഇന്നലെ കയറി വന്ന ഒരുത്തി കണ്ണേട്ടനെ എന്നെപ്പോലെ ആവുന്നേ? പ്രിയയുടെ ആ സംസാരം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഗീതു. ഗീതു ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അപ്പം പ്രിയ പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാ. അപ്പോൾ ഗീതുവിന് അതിശയാവുകയാണ്. ഗീതു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ പ്രിയ വാശി പിടിക്കുകയാണ്, പറഞ്ഞു. അമ്മ രഞ്ജു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ അവൾ എന്നെപ്പോലെയാണെന്ന് പറഞ്ഞു. ഗീതു ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഗീതുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് പ്രിയ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ്റെ ഒരേ ഒരു പെങ്ങള് ഞാനാ, ആ സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം ഗീതു സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ കണ്ണേട്ടൻ്റെ പെങ്ങളാണെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല പ്രിയേ. പിന്നെ രാധികാമ്മ ചോദിച്ചപ്പോൾ രഞ്ജു അനിയത്തിയെ പോലെയാണെന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രിയ കരഞ്ഞോണ്ട് പറയാണ്, ഒരു തമാശയ്ക്ക് പോലും ഏട്ടൻ അങ്ങനെ പറയണ്ട. കണ്ണേട്ടൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. ഗീതു സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം പ്രിയ പറയുന്നുണ്ട്, വേറൊന്നും ഉദ്ദേശിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്നോട് പഴയ ഒരു സ്നേഹവും ഇല്ല, എൻ്റെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല. ഗീതു ആകെ സങ്കടത്തിലാവുകയാണ്. അപ്പോൾ പ്രിയ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഗീതു ചേച്ചിക്ക് അറിയോ, നേരത്തെ കാലത്തും വൈകുന്നേരവും എന്നെ വിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഏട്ടൻ ഇപ്പോൾ വിളിക്കുന്നത് വല്ലപ്പോഴുവാ. നീ ഇപ്പോൾ ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയല്ലേ പ്രിയേ, അതുകൊണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വീണ്ടും അലമാരയിൽ വെക്കാൻ നോക്കുകയാണ് ഗീതു. അപ്പോഴേക്കും ഗീതുവിനെ തിരിച്ച് വീണ്ടും വിളിക്കുകയാണ് പ്രിയ. അപ്പം ആ സർട്ടിഫിക്കറ്റ് അവളുടെ കൈ തട്ടിയിട്ട് താഴത്തേക്ക് പോവുകയാണ്.
അപ്പം ഗീതു സങ്കടത്തോടെ പ്രിയ നോക്കും. പ്രിയ പറയുന്നുണ്ട്, സോറി ചേച്ചി. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന പേപ്പറുകൾ മൊത്തം അവിടെ ചിതറുകയാണ്. അപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് രണ്ടുപേരും എടുക്കാൻ നോക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഏയ് മോൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. കാരണം പ്രിയക്ക് വയറുള്ളത് കാരണം അങ്ങനെ കുനിയാൻ പറ്റില്ലല്ലോ. അപ്പം അവിടെ നിന്നുകൊണ്ട് പ്രിയ പറയുന്നുണ്ട്, എന്നെ ഡെലിവറിക്കായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ചടങ്ങില്ലേ, അതുപോലും ഏട്ടൻ മറന്നുപോയി. ഗീതു അതൊന്നും ശ്രദ്ധിക്കാതെ ഫയൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പേപ്പറുകളൊക്കെ എടുത്ത് ശ്രദ്ധയോടെ വെക്കുകയാണ്. അപ്പം പ്രിയ പറയുന്നുണ്ട്, ചേച്ചിയാണെങ്കിലും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം ഗീതു അവളെ സമാധാനിപ്പിക്കുകയാണ്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി, കണ്ണേട്ടനൊന്നിങ്ങ് വന്നോട്ടെ, ഞാൻ എല്ലാം പറഞ്ഞേ ശരിയാക്കാം. പ്രിയ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, പിന്നെ രഞ്ജുവിൻ്റെ കാര്യം ഓർത്തും നീ ടെൻഷൻ ആവണ്ട. അവസാനത്തെ ആ പേപ്പറും കൂടെ ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലേക്ക് ഗീതു വെക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അജാസ് പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഗീതുവിന് ആ രഹസ്യം അറിയാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.